ഹലോ ഗായ്സ്, എല്ലാവരും എന്തെടുക്കുകയാണ്? സൺഡേ ആയിട്ട് ബോറടിച്ചിരിക്കുകയാണോ? എന്തായാലും ഞാൻ ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറിയും വെച്ച് ഫ്രൈയും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് നമ്മൾ കറി വെക്കാനായിട്ട് കറിച്ചട്ടിക്കകത്ത് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ കറിച്ചട്ടിക്കകത്ത് മീൻ കറിയൊക്കെ വെക്കാറില്ലേ? പക്ഷേ നമ്മൾ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് പെരുംജീരകം, കറുകപ്പട്ട ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞതും അതിൻ്റെ കൂടെ പച്ചമുളക് കീറിയതും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വഴന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു തക്കാളി കീറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് നടുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവായതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആവശ്യത്തിന് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ലാസ്റ്റ് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. എനിക്ക് ചിക്കൻ മസാലയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിക്കൻ കറി വെച്ചാലും ചിക്കൻ ഫ്രൈ ചെയ്താലും ചിക്കൻ മസാല ഞാൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്യും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ ഫ്രൈ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ചിക്കൻ കുറച്ച് പീസ് മാത്രം എടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എടുത്ത് ചതച്ച് പേസ്റ്റാക്കി അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് ചിക്കൻ മസാലയും ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തിരുമ്മി ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയി സെറ്റാവാൻ വേണ്ടി വെച്ചിട്ട് പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താൽ വെക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണയിൽ നമ്മൾ പീസൊക്കെ എടുത്ത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക. അപ്പോൾ തന്നെ അടിക്ക് പിടിക്കാതിരിക്കും. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഈ ഇറച്ചി ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് കണ്ടോ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ദോശയായിട്ട് ഞാൻ കഴിക്കുകയാണ് ഗൈസ്. ഊണിൻ്റെ നേരമായിരുന്നു, പക്ഷേ എങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാണ്ട് ഇതങ്ങ് ട്രൈ ചെയ്തു. ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.